ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കാം. വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതന്ന് രാവിലെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഒന്ന് ഉച്ച കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നത്. വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാട്ടോ വീഡിയോ എടുക്കുന്നത്. ജോബ് കഴിഞ്ഞ് വരുന്നത് തന്നെ നമ്മളെ കിച്ചണിക്കാണ്. അപ്പോൾ ബാഗൊക്കെ അവിടെ അഴിച്ച് വെച്ചിട്ട് നേരെ കിച്ചണിക്ക് ഇറങ്ങി പോകുന്നേക്കാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾ സ്കൂളിലൊക്കെ വന്നിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ ചായക്ക് കടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി പഴംപൊരി വാങ്ങിച്ചിട്ടുണ്ട്, കുറച്ച് ഓറഞ്ചൊക്കെ വാങ്ങിയിട്ടുണ്ടേനി കേട്ടോ. അപ്പോൾ എനിക്കും നല്ല ദാഹം ഉണ്ടേനി. അപ്പോൾ ഓറഞ്ച് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ച് വേഗം കിച്ചണിക്ക് തന്നെ നേരെ പോകുന്നതാട്ടോ. ഞാൻ അങ്ങനെ മേലെന്ന് കിച്ചണിക്ക് താഴേക്ക് ഇറങ്ങി പോരുകയെന്ന് പറയുമ്പം നമ്മളെ വീഡിയോ ഇപ്പോൾ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് അറിയില്ല. എന്താ നിങ്ങൾ അങ്ങാടിയാണോ സ്റ്റെയർ കേസിൻ്റെ മേലെ എന്നൊക്കെ ചോദിക്കലുണ്ട് കേട്ടോ കമൻറ്റ് ബോക്സിൽ. അപ്പം അതല്ല, നമ്മളെ വീട് ഗ്രൗണ്ട് ഫ്ലോറാണ്. അപ്പോൾ കിച്ചൺ താഴെയാണ്. അപ്പോൾ കിച്ചണിക്ക് ആ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം പോരാനും. അതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങളെ ഹോം ഷോപ്പിൻ്റെ HSOമാർക്കുള്ള റിവ്യൂ മീറ്റിംഗ് ആയിരുന്നു കേട്ടോ. കാളിയാവ് ബ്ലോക്കിന് കീഴിലുള്ള എല്ലാ HSOമാർക്കുള്ള റിവ്യൂ മീറ്റിംഗ് ആയിരുന്നു അമരമ്പലത്ത് CDS ഹാളിൽ വെച്ചിട്ടാണ് കേട്ടോ നടന്നിരുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് ഇപ്പോൾ ഞാൻ വരുന്നത്. റിവ്യൂ മീറ്റിംഗ് ഉണ്ടാവുന്ന സമയത്താട്ടോ HSOമാർക്കുള്ള സാലറിയും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇനി ഞങ്ങളെ റിവ്യൂ മീറ്റിംഗ് 6-ാം തീയതി ആവും. കാവനൂർ ഞങ്ങളെ ഓഫീസിൽ വെച്ചിട്ടാവും. അപ്പോൾ അന്നത്തെ ദിവസമാണ് ഞങ്ങൾക്കും സാലറിയും കാര്യങ്ങളൊക്കെ കിട്ടുക. അപ്പോൾ എൻ്റെ കൈകൊണ്ട് ഇപ്പോൾ കുറേ HSOമാർക്ക് സാലറിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടു. അതേപോലെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ വീഡിയോ ഒന്നും ഞാനിതിൽ ഉൾപ്പെടുത്താത്ത എന്താ വെച്ചാൽ കുറേ ആൾക്കാരുണ്ടാവണതല്ലേ. അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ വീഡിയോയിൽ വരുന്നതൊന്നും ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ വെറുതെ നമ്മൾ വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ടല്ലോ, അത് വിചാരിച്ചിട്ടാട്ടോ ഞാൻ അധികം എൻ്റെ കാര്യങ്ങളും എൻ്റെ വീട്ടിലത്തെ കാര്യങ്ങളും തന്നെയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തൽ. എന്നാലും ജസ്റ്റ് ഇങ്ങനെ പുറത്തൊക്കെ പോകുന്ന സമയത്ത് കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിക്കലുണ്ട്. ഇന്ന് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിന്. പക്ഷേ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എഡിറ്റ് ചെയ്ത് അത് ഇട്ട് കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെടാതെ എന്നാൽ പിന്നെ ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാതിരുന്നതാണ്. പിന്നെ അങ്ങനെ എല്ലാവർക്കും അറിയാമെന്നില്ല, നമുക്ക് യൂട്യൂബ് ചാനലിലുള്ള വിവരമൊന്നും കേട്ടോ. കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയാം, എല്ലാവർക്കും ഒന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ഓറഞ്ചൊക്കെ ഒരു 2-3 ഓറഞ്ചൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് ചുളയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അത് ജ്യൂസ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരുള്ളൂ ഇവിടെ. അപ്പോൾ 3 ആൾക്കുള്ള ജ്യൂസാട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മളെ മഞ്ജുമോളല്ല ചിഞ്ചുമോളും ഐഫക്കുട്ടിയും ഒന്ന് പുറത്ത് പോയിട്ടുണ്ട്. ചിഞ്ചുമോൾക്ക് എന്താ വാങ്ങാണ്ടെന്ന് പറഞ്ഞിട്ട്. ഓറഞ്ച് ജ്യൂസ് അടിച്ചു വെച്ചാൽ പിന്നെ കഴിക്കും, അപ്പോൾ തന്നെ കുടിക്കണ്ടേ, അല്ലെങ്കിൽ കയ്പേക്കാരം. അപ്പോൾ ഞങ്ങൾക്ക് 3 ആൾക്കുള്ളത് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചിട്ടോ. ജ്യൂസ് അരിച്ചിട്ടൊന്നുമില്ല, അവിടെ ഇവിടെയും കഷ്ണങ്ങളൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചു. പിന്നെ ഇതാ നമുക്ക് ഇൻഡസ് വാലിയിൽ നിന്ന് ഇപ്രാവശ്യം റിവ്യൂ ചെയ്യാനുള്ള പാത്രം വന്നിട്ടുണ്ട് കേട്ടോ. ഈ പാത്രങ്ങൾ നമ്മളെ വീട്ടമ്മമാരുടെ ഒരു വീക്ക്നെസ് ആണല്ലേ. എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് പാത്രങ്ങൾ കാണുമ്പോൾ. എന്നോട് തന്നെ എത്രയോ കൂട്ടുകാർ നമ്മൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കലുണ്ട്, നിങ്ങൾക്ക് എപ്പോഴും എല്ലാ മാസവും ഇങ്ങനെ പാത്രങ്ങൾ കിട്ടണില്ല, അപ്പോൾ എനിക്ക് തരുമോ, എനിക്ക് അയച്ചു തരുമോ എന്നൊക്കെ ചോദിക്കലുണ്ട്. അപ്പോൾ ഞാനെപ്പോഴും പറയലുണ്ടല്ലോ നമ്മൾ ഗിവ് അവേ കാര്യങ്ങളൊക്കെ വെക്കണില്ല. അപ്പോൾ എല്ലാ മാസവും നമ്മൾ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കും കേട്ടോ. അപ്പോൾ മാക്സിമം നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കാണുമ്പോൾ ലൈക്കും കമൻറ്റും അതേപോലെ തന്നെ ഷെയറൊന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഡസ് വാലിത്തെ പ്രൊഡക്റ്റുകളെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യാസ് നമ്പർ 1 ഹെൽത്തി കുക്ക്വെയർ ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് കേട്ടോ. അപ്പോൾ ഇതാ അവരുടെ കയ്യിലുള്ള കുക്ക്വെയർ സെറ്റുകളാണ് കേട്ടോ. ഇതൊക്കെ തവ, അതേപോലെ കടായി, ഫ്രൈ പാന്, പനിയാരം പാന്, ഗ്രില്ല് പാന്, അതേപോലെ തന്നെ അപ്പം പാന്, ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളതൊക്കെ കാസ്റ്റൻ കുക്കേഴ്സാണ് കേട്ടോ. ഇനി ഇതിൻ്റെ പുറകുവശത്തുണ്ട് ഒരുപാട് പിക്കും കാര്യങ്ങളൊക്കെ വേറെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ സ്റ്റീലിൻ്റെതാണ് കേട്ടോ. സ്റ്റെയിൻലെസ് സ്റ്റീൽ കുക്കർ ആണ് ഇതൊക്കെ. കുക്കറുണ്ട്, അതേപോലെ തന്നെ കുക്കർ സെറ്റ് ഉണ്ട്, കടായി ഉണ്ട്, അതേപോലെ തന്നെ ഫ്രൈ പാന്, ബിരിയാണി പോട്ട്, പിന്നെ സോസ് പാന്, അതേപോലെ മൾട്ടിപ്പോട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കലുണ്ട്. നമ്മൾ കയ്യിലുണ്ടല്ലോ, നമ്മൾ ഇഡ്ഡലിയും നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു മൾട്ടിപ്പോട്ട് ഉണ്ടല്ലോ. അതേപോലെ തന്നെ പുട്ട് മേക്കറുണ്ട്, മിൽക്ക് കുക്കറുണ്ട്, അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു ബോക്സ് ഒന്ന് തുറന്ന് നോക്കാം, അതിലെന്താന്ന് നോക്കാം. അതിൻ്റെ മേലെ നിങ്ങൾ പിക്ക് കണ്ടിട്ടുണ്ടാവില്ലേ. ഞാനും ഇത് കിട്ടിയത് ഇന്നലെ മിഞ്ഞാന്നിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കി ഇതിൻ്റെ മേലെ ഈ ഒരു പിക്ക് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് ഇതിലുള്ളതെന്ന്. അപ്പോൾ പിന്നെ ഞാൻ അൺബോക്സ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ അങ്ങനെ അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഗ്ലാസിൻ്റെ ലിഡൊക്കെ ഉള്ള നല്ലൊരു പാനാണ് കേട്ടോ. ബിരിയാണി പോട്ടാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. 2 ലിറ്ററിൻ്റെതാണ് കേട്ടോ. ഈ ഇൻഡസ് വാലിൻ്റെ പ്രോഡക്റ്റുകൾ വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് റേറ്റൊക്കെ ഉണ്ടാവും, പക്ഷേ ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ.
നിങ്ങൾക്ക് എന്താ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് തന്നെ അറിയാൻ പറ്റും. ഞാൻ അധികം ഇൻഡസ് വാലിൻ്റെ പ്രോഡക്റ്റുകൾ തന്നെയാണ് കുക്കിങ്ങിനായിട്ട് യൂസ് ചെയ്യൽ. അതിപ്പോൾ ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെതാണെങ്കിലും അതേപോലെ തന്നെ അയൺ പാത്രങ്ങളാണെങ്കിലും ഒക്കെ അതേപോലെ തന്നെ അയൺ പാത്രങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നിടത്തോളം അതിനിങ്ങനെ മായം കൂടി വരിക ചെയ്യുള്ളൂ. അതേപോലെ തന്നെ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ കേട്ടോ, നല്ല പാത്രങ്ങളാണ്. ഇതൊക്കെ കണ്ടോ, നല്ല ചൂട് കട്ടിയുള്ള പാത്രമാണ്. നമുക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ തന്നെ കടായിയും ചിക്കൻ കടായി, ബീഫ് കറിയും എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. നമ്മൾ ഗ്യാസുമ്മൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അധികം ഗ്യാസ് പോവുകയൊന്നും ചെയ്യൂല. കാരണം അത് നല്ലോണം ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നെ എന്താ ചൂട് കട്ടിയുള്ള പാത്രം ആയതുകൊണ്ട് നല്ലോണം ചൂട് ഇങ്ങനെ നിലനിൽക്കും. അപ്പോൾ അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് നമ്മൾ കുക്ക് ചെയ്യുന്ന സാധനങ്ങൾ വെന്ത് കിട്ടും ചെയ്യും. ഗ്യാസ് നമുക്ക് അധികം ഓവറായിട്ട് പോകില്ല. അപ്പോൾ ഗ്യാസും ലാഭിക്കാം. ഇനിയിപ്പോൾ ഗ്യാസ് തീർന്നാലും കറണ്ട് അടുപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ കറണ്ട് അടുപ്പ് മൂലം യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് നല്ല ധൈര്യമായിട്ട് വാങ്ങിക്കാം. ചില സ്റ്റീൽ പാത്രങ്ങളൊക്കെ നമ്മൾ ഗ്യാസ് അടുപ്പുമ്പോൾ വെക്കുമ്പോൾ തീ കത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കളർ വ്യത്യാസം വരും. അതേപോലെ തന്നെ കട്ടി ഉണ്ടാവില്ല വല്ലാതെ. ഇതിൻ്റെ അടി നല്ല കട്ടിയാണ് കേട്ടോ. അങ്ങനെ ചൂട് കട്ടിയുള്ള പാത്രങ്ങളൊക്കെ നല്ല പാത്രങ്ങളാവും. അപ്പോൾ ഈ ഒരു പാത്രത്തിൻ്റെ ഉള്ളിലുള്ള സ്റ്റിക്കർ ഞാൻ പറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ സൈഡിലും ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. ദ ഇൻഡസ് വാലി നമ്പർ 1 ഹെൽത്തി കുക്ക് വെയർ ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ചില പാത്രങ്ങളെ സ്റ്റിക്കർ നമ്മൾ പറിക്കുമ്പോൾ കണ്ടിട്ടില്ല, പകുതി ആയി തന്നെ ഉണ്ടാവില്ലേ. എന്നിട്ട് പിന്നെ നമ്മൾ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കഴുകി വൃത്തിയാക്കണം. എന്നാലേ ശരിക്കും ആ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ പോരുള്ളൂ. അപ്പോൾ എന്തായാലും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അതേപോലെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ റസീന എന്നുള്ള കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ 12% നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. ആർക്കെങ്കിലും വാങ്ങിക്കണമെങ്കിൽ വാങ്ങിച്ചോളാം കേട്ടോ. കൂപ്പൺ കോഡ് ഉപയോഗിക്കാൻ മറക്കരുത്. ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കൂപ്പൺ കോഡ്. അങ്ങനെ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ കിച്ചണിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോറിന് കറി ഉണ്ടാക്കണം. അപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കൻ ഉണ്ടായിന്, അത് ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഐസൊക്കെ വിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇനി ചിക്കൻ കറി ഉണ്ടാക്കുക. പുതിയ പാത്രം കിട്ടിയതല്ലേ എന്ന് വിചാരിച്ചിട്ടോ. പിന്നെ അപ്പോൾ പാത്രം ആദ്യം നല്ലോണം ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. കുറച്ച് ഡിഷ് വാഷൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ നല്ലോണം തേച്ച് കഴുകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ലിഡും അതേപോലെ തന്നെ കേട്ടോ. ഇത് നല്ല അടിപൊളി ലിഡാണ് കേട്ടോ. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട്. ഇതിൻ്റെ ആ ഒരു പിടുത്തത്തിൻ്റെ അവിടെ സ്റ്റീലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമുക്കിന്ന് നല്ല അടിപൊളി ഒരു ചിക്കൻ കറി ഉണ്ടാക്കത്തിൽ. അപ്പോൾ എന്നോട് ഇന്നലെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിനി 1 കിലോ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിക്ക് മസാലപ്പൊടികളൊക്കെ എത്ര എടുക്കുക എന്നൊക്കെ ഒന്ന് പറയുന്നുണ്ടെന്ന് പറഞ്ഞിനി കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പോൾ പറയാം കേട്ടോ. അപ്പോൾ പാത്രമൊക്കെ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ ഐസ് വിടാൻ വേണ്ടി പുറത്തെടുത്ത് വെച്ച് ഇനി പറഞ്ഞല്ലോ, കുട്ടികളോട് വിളിച്ച് പറഞ്ഞതേനെ കേട്ടോ പുറത്തേക്ക് എടുത്ത് വെക്കാൻ. രാവിലെ ഒന്നും കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ ചെഞ്ചുമ്പോൾ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ ഞാനിവിടെ ഉപ്പേരിയൊക്കെ കുട്ടികൾക്ക് സ്കൂൾക്ക് പോയപ്പോൾ ഉണ്ടാക്കിയതുണ്ട്. അപ്പോൾ ഓള് പറഞ്ഞത് മതി, മുട്ടയൊക്കെ പൊരിച്ചാണ് ഞാൻ കഴിച്ചോണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ പോയതാണ്. അപ്പം എന്തായാലും നമുക്കിനി ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ പിന്നെ സവാളയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളിയും തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി എടുത്തിട്ടുണ്ട്. അതേപോലെ കറിവേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കനത്തെ വെള്ളമൊക്കെ പോയതിന് ശേഷം ചിക്കൻ ഒന്ന് മസാല തേച്ച് വെക്കേണ്ട ആദ്യം. അപ്പോൾ കുറച്ച് മുളക് പൊടി, അതേപോലെ തന്നെ കുരുമുളക് പൊടിയും ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് തിരുമ്മി വെക്കുന്നുണ്ട്. കുറേ സമയമൊന്നും വെക്കണില്ല കേട്ടോ, ഒരു 5 മിനിറ്റേ വെക്കണുള്ളൂ. കാരണം സമയമല്ല, ഒരുപാട് സമയം വെക്കണം ഞാൻ വന്നപ്പോൾ തന്നെ. ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേന് നമുക്ക് പിന്നെ കിച്ചണിൽ നിന്ന് കയറണ്ടേ. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ചിക്കൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ചിക്കൻ കറി ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചിക്കൻ കറി വെന്ത് കിട്ടും ചെയ്യും. അതേപോലെ തന്നെ ഫ്രൈ ചെയ്തതാകുമ്പോൾ ടേസ്റ്റ് വേറെ ലെവലേക്കാരം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഓയിൽ അധികം വയറ്റിലാക്കണം നല്ലതൊന്നും അല്ല, എന്നാലും എപ്പോഴൊന്നും ഇല്ലല്ലോ, എപ്പോഴെങ്കിലൊക്കെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടൊക്കെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാം അല്ലേ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ നമ്മളെ പിന്നെ പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ, ഒരുപാടൊന്നും ഒഴിച്ചിട്ടില്ല. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ട് ആ ഒരു എണ്ണയിൽ തന്നെയാണ് ചിക്കൻ കറി ഉണ്ടാക്കുക. നമുക്ക് സവാളയൊക്കെ വഴറ്റിയെടുക്കണ്ടേ, അപ്പം ആ ഒരു എണ്ണയിൽ തന്നെ സവാളയൊക്കെ വഴറ്റിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തുകൊണ്ട് 2 പ്രാവശ്യം ആക്കിയിട്ട് ഇട്ടിട്ടാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്.
ഫ്രൈ ചെയ്യലും അതേപോലെ തന്നെ ഒരുപാട് സമയം ഇതിലിട്ടിട്ട് അങ്ങനെ മൊരിച്ചെടുക്കൊന്നുമില്ല. ജസ്റ്റ് 2 ഭാഗം ഒന്ന് ഇട്ടിട്ട് ആ എണ്ണയിലിട്ടിട്ട് ഒന്നും വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നാടൻ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ പലരും പല ഐറ്റംസും ചിക്കൻ കറിയിലൊക്കെ ചേർക്കുകയും അണ്ടിപ്പരിപ്പൊക്കെ എന്താ പറയുക വറുത്ത് പൊടിച്ച് അല്ലെങ്കിൽ അരച്ചൊക്കെ ചേർക്കുമല്ലോ. അങ്ങനെയൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റൊക്കെ തന്നെയാണ്. പക്ഷേ ഞാൻ നാടൻ ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മളെ വീഡിയോ കാണുമ്പോൾ ഒരുപാട് കൂട്ടുകാർ കമൻറ്റ് ബോക്സിൽ പറയലുണ്ട് സാധാരണ വീട്ടമ്മമാർക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പീസും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഷെയർ ചെയ്യൽ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കലുണ്ട് എന്നൊക്കെ പറയലുണ്ട് കേട്ടോ. നമ്മൾ കമൻറ്റ് വായിക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. പിന്നെ അതേപോലെ തന്നെ വീണ്ടും വീണ്ടും വീഡിയോ ഇടാനുള്ള ഒരു മോട്ടിവേഷനും കൂടിയാണ്. ഇന്നിപ്പോൾ രാവിലെ വീഡിയോ എടുക്കാത്തതുകൊണ്ട് പിന്നെ നാളെ വീഡിയോ ഇടാൻ ഉണ്ടാവില്ല. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കണം കേട്ടോ. എന്നാലുള്ളൂ നാളെ പിന്നെ 2 മണിയാകുമ്പോൾ നമുക്ക് വീഡിയോ അപ്ലോഡ് ആക്കാൻ പറ്റുള്ളൂ. ഇപ്പം കറക്റ്റായിട്ട് 2 മണിക്കൊന്നും ചിലപ്പോൾ പറ്റലില്ല. 2:30-3 മണിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ടാണ് വീഡിയോ ഇടല്. അപ്പോൾ സമയത്തിൻ്റെ കുറവുകൊണ്ടാണ് കേട്ടോ നിങ്ങളെ കമൻറ്റിനൊക്കെ അപ്പം തന്നെ ചിലപ്പോൾ റിപ്ലൈ തരാതെ നിൽക്കുന്നത്. എന്നാലും ഞാൻ മാക്സിമം രാത്രിയിൽ റിപ്ലൈ ഒക്കെ തന്നതിന് ശേഷം ഞാൻ കിടന്നുറങ്ങലുള്ളൂ. കമൻറ്റൊക്കെ ഞാൻ വായിക്കലുണ്ട് കേട്ടോ. എല്ലാവരും കമൻറ്റും വായിക്കലുണ്ട്, റിപ്ലൈ തരലുണ്ട്. ചിലപ്പോൾ കുറച്ച് സമയമൊക്കെ വൈകുന്നുള്ളൂ. അപ്പം റിപ്ലൈ കിട്ടൂല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കമൻറ്റ് ഇടാതെ നിൽക്കരുത് കേട്ടോ. കമൻറ്റ് ഇടുകൊണ്ട് കമൻറ്റ് ഇടുമ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കമൻറ്റ് തന്നെ ഇടണമെന്ന് ഞാൻ പറയണില്ല. നമ്മളെ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ അതിൽ വ്യത്യാസം വരുത്തണോ അല്ലെങ്കിൽ ഞാൻ ചെയ്യണതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റായിട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ അതും ചെയ്യുക. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമൻറ്റ് ഇടണം. അത്രേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിതാ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. 2 പ്രാവശ്യമൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു എണ്ണയ്ക്ക് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള ഞാൻ ഒരു 3 സവാളയാണ് എടുത്തിരുന്നത്. 3 വലിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ടേനും അതാണ് എനിക്ക് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി നേരത്തെ തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ കാണിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ ആ ചെറിയ ഉള്ളിയാണ് കേട്ടോ ആദ്യം ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുത്തത്. പിന്നെയാണ് സവാള ഇട്ട് കൊടുത്തത്. പിന്നെ കറിവേപ്പിൻ്റെ ഇല ഉപ്പൊക്കെ ചേർത്തുകൊണ്ട് അതൊന്ന് നല്ല വഴന്ന് വരാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കുള്ള മസാലപ്പൊടികൾ എടുക്കുക. അപ്പോൾ ഞാനിതാ ഒരു 1.5 ടീസ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട്. എൻ്റെ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയൊന്നും അല്ല കേട്ടോ, സാധാ മുളക് പൊടിയാണ്. അപ്പോൾ ഞാൻ 1.5 സ്പൂൺ എടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിയൊക്കെ ആണെങ്കിൽ 2-3 സ്പൂണൊക്കെ വേണ്ടി വരും, എരിവുണ്ടാവില്ലല്ലോ. പിന്നെ അതേപോലെ ഒരു 3/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂണ് ഗരം മസാലയും ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇത്രയും പൊടികളാട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ചിക്കൻ മസാല ചേർക്കണില്ല, ചിക്കൻ മസാല തീർന്നിട്ടുണ്ട്. സാധാരണ മസാലപ്പൊടികൾ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഇപ്പോൾ സവാളയൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മസാലപ്പൊടികളൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കിയെടുക്കാം. പിന്നെ അത്യാവശ്യം വലുപ്പത്തിലുള്ള 2 തക്കാളി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അത് ഞാൻ മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പൊടികളെ പച്ചമണം മാറി വന്നതിന് ശേഷം ആ തക്കാളി അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ഇതുപോലെ അരച്ച് ചേർക്കുമ്പോൾ കറിക്കൊന്നും കൂടെ ഗ്രേവിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കുറച്ച് കുറുകിയ കറിയായിട്ട് കിട്ടും. അപ്പോൾ തക്കാളി അരച്ചതൊക്കെ ചേർത്ത് കൊടുത്തു. ഇനി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു പച്ചമണം മാറണം. അതേപോലെ തന്നെ നമ്മൾ ഇതിൽ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ആ എണ്ണ ഉണ്ടല്ലോ, ഓയിലുണ്ടല്ലോ, ആ ഓയിലൊന്ന് തെളിഞ്ഞ് വരുന്നത് വരെ ഇതിലിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോഴുള്ളൂ കറി കാണാനും ഒരു ഭംഗി ഉണ്ടാവുക, അതേപോലെ തന്നെ ടേസ്റ്റും ഉണ്ടാവുള്ളൂ കേട്ടോ. തക്കാളി ആ എണ്ണയിൽ കടന്ന് വഴന്ന് വരുമ്പോൾ അങ്ങനെ കുറച്ച് നേരം തക്കാളി അരച്ചതൊക്കെ അതിലേക്ക് ചേർത്തിട്ട് കുറച്ച് നേരം ഇതേപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ആ ചിക്കനേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക, ചിക്കനിൽ ഈ മസാലയൊക്കെ നല്ലോണം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതിലൊരു ഐറ്റം ചേർക്കാൻ മറന്നു പോയിട്ടോ. ഞാൻ അപ്പോഴൊന്നും എനിക്ക് ഓർമ്മ ഉണ്ടായില്ല, ഈ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് കേട്ടോ ഓർമ്മ വന്നത്. ഞാനിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടില്ല. അടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടില്ലെങ്കിൽ അങ്ങനെയാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മറക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ചേർക്കണം. ചിക്കൻ കറിക്കോ ബീഫ് കറിക്കോ ഒക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ടില്ലെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല എന്നല്ല, പക്ഷേ ടേസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണല്ലോ. അപ്പോൾ ഈ ഒരു ചിക്കൻ കറി കൂട്ടിയപ്പോൾ എനിക്ക് തോന്നിയിട്ട് എന്തോ ഒരു കുറവില്ല പോലെ തോന്നി. എന്താണതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലേനും. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടില്ല എന്നുള്ളത്.
അപ്പോൾ നിങ്ങളെൻ്റെ പോലെ ആവരുത്, നിങ്ങൾ ചേർക്കാൻ മറക്കരുത്. അപ്പോൾ ഇതാ ഞാൻ ചിക്കനൊക്കെ ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം അതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറേ വെള്ളം ഒഴിച്ചു കൊടുക്കണില്ല, ഒരു പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണുള്ളൂ. കുറച്ചിങ്ങനെ ഗ്രേവിയോട് കൂടിയിട്ടുള്ള കറിയാണ് വേണ്ടത് നമുക്ക്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഇഞ്ചി വെളുത്തുള്ളിയും ചേർക്കാതെ എന്തൊരു ചിക്കൻ കറിയാണ്, എന്താ ഇപ്പോൾ കാട്ടണം, മറന്നു പോയാൽ പിന്നെ എന്തും ചെയ്യാൻ പറ്റൂലല്ലോ. കഴിച്ചപ്പോഴും ഇല്ല ഓർമ്മ, ഇപ്പോഴാണ് ഓർമ്മ വന്നത് കേട്ടോ. അപ്പോൾ കറിക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ടായിന്, ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തു. നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. നിങ്ങൾക്ക് എൻ്റെ പോലെ ഇങ്ങനത്തെ മറവിയും കാര്യങ്ങളൊക്കെ പറ്റലുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യോണ്ടിട്ടോ. എനിക്ക് ആദ്യം ഇങ്ങനെ മറവിയൊന്നും ഇല്ലേനി കേട്ടോ, ഇത്ര മറവിയൊന്നും ഇല്ലേനി. ഇപ്പം മറവി ഭയങ്കര കൂടുതലാണ്. കാരണം നമ്മളെ മൈൻഡിൽ ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം വേറൊന്ന് ചെയ്യാൻ, അങ്ങനെയുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മളെ മനസ്സിലുണ്ടാവും. അപ്പം എന്താ പറയുക, ശരിക്കും ശ്രദ്ധിച്ചിട്ട് ചെയ്യായിട്ടാണ്, അല്ലാതൊന്നുമല്ല. അത് സാരമില്ല അല്ലേ. അപ്പോൾ ചിക്കനൊക്കെ വെന്ത് വരട്ടെ, ഞാൻ ചെറിയ തീയിലിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ മോരുണ്ടാക്കിയതേന് കേട്ടോ, തൈര്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മളെ ചിക്കൻ കറിക്ക് ഒഴിച്ചു കൊടുക്കണം. ചിക്കൻ കറിക്ക് തൈര് ചേർത്താൽ നല്ല ടേസ്റ്റാണ്. ലാസ്റ്റ് നമ്മൾ അടുപ്പത്തുനിന്ന് കറി വാങ്ങി വെക്കുമല്ലോ, ആ ഒരു സമയത്ത് ചേർത്താൽ മതി. ഇത് സാധാ പശുവും പാലാണ് കേട്ടോ, നമ്മളെ പാക്കറ്റ് പാലല്ല. പിന്നെ നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് വാങ്ങിക്കൂല പാല്, അങ്ങനത്തെ പാലുകൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പം നാടൻ തൈരിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ അങ്ങനത്തെ സാധാ പശുവും പാലുകൊണ്ട് ഉണ്ടാക്കണം. പാക്കറ്റ് പാൽ യൂസ് ചെയ്തിട്ട് നമ്മൾ പിന്നെ തൈര് ഉണ്ടാക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടൂല എന്തായാലും. പിന്നെ നമ്മളുണ്ടാക്കുന്ന തൈരാകുമ്പോൾ കുറച്ച് പുളിയും കൂടുതലേക്കാരം. അപ്പോൾ ഞാൻ അത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അടിച്ചെടുത്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കറി വെന്തതിന് ശേഷം ലാസ്റ്റാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ തീ ഓഫാക്കി കൊടുത്തു. അപ്പോൾ ഈ ഒരു പാന് ഇനിയിപ്പോൾ നമ്മൾ തീ ഓഫാക്കി കൊടുത്താലും ഇതിങ്ങനെ തിളക്കും കേട്ടോ, നല്ല ചൂടുണ്ടാവും. ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാം, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തുറന്നു നോക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ കറി അടിപൊളിയായിട്ടുണ്ടാവും. അപ്പോൾ ഇതാ നമ്മളെ നാടൻ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് അപ്പം ഉണ്ടായിട്ടോ അവിടെ രാവിലത്തെ ബാക്കി. അപ്പോൾ ചിക്കൻ കറി ഉണ്ടെങ്കിൽ അപ്പം ഒന്നും ബാക്കി ഉണ്ടാവില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ഒരു പ്ലേറ്റിലേക്ക് ഒരു അപ്പം എടുത്ത് നമ്മളെ ചിക്കൻ കറിയും കുറച്ച് ഒഴിച്ചു കൊടുത്ത് 2 ചിക്കൻ്റെ പീസൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കണത് കണ്ടപ്പോൾ മക്കൾക്കും വേണം. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ, ഞാൻ എന്തെങ്കിലും തിന്നണമെങ്കിലേ ഞാൻ തിന്നണത് കാണുമ്പോൾ തന്നെ ഓർക്ക് തിന്നാൻ പൂതിയാവുമെന്ന് പറയട്ടോ. ഓർക്കല്ലെങ്കിൽ എന്തെങ്കിലും കൊടുത്താൽ ഓർക്ക് വേണ്ടി വരില്ല. ഞാൻ തിന്നണത് കാണുമ്പോൾ വേഗം വരും എൻ്റെ അടുത്തേക്ക്. അപ്പോൾ ഏതായാലും ഞാൻ അപ്പൊക്കെ എടുത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇനി കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചേർത്തില്ല എന്ന് പറഞ്ഞല്ലോ, അത് അപ്പം അതാണ് ചേർക്കാത്തതെന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തോ ഒരു കുറവുണ്ടെന്ന് തോന്നിയും ചെയ്തീനി. എന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ല ചിക്കൻ കറി തന്നെയാണ്. പിന്നെ ഇനി രാത്രിക്കൊക്കെ ഒന്നും ഉണ്ടാക്കണ്ട കേട്ടോ, ചോറുണ്ട് കുറച്ച്, അതേപോലെ അപ്പം ഉണ്ട്. അപ്പം ഇനിയിപ്പോൾ കുട്ടികളിപ്പോൾ തിന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വല്ലാതെ രാത്രിക്കൊക്കെ ഒന്നും വേണ്ടി വരില്ല. അപ്പം ഇനി കുക്കിംഗ് ഒന്നുമില്ല, കുക്കിങ്ങൊക്കെ കഴിഞ്ഞ്. പിന്നെ മുറ്റത്തുണ്ടാവും കേട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പണികൾ. നമുക്ക് തെങ്ങൊക്കെ ഉണ്ടല്ലോ മുറ്റത്ത്, അതൊക്കെ നനക്കണം. അപ്പോൾ അതൊക്കെ ഞാൻ വൈകുന്നേരം ചെയ്യലുണ്ട്. മുൻവശത്ത് മുറ്റത്ത് 3 തെങ്ങുണ്ട് കേട്ടോ. 2 ഞാൻ വാങ്ങി വെച്ച തയ്യേനും, ഒന്നിങ്ങനെ മുളച്ച നമ്മളെ വീട്ടിലുണ്ടാവുന്ന തേങ്ങ മുളച്ചതുണ്ടാവില്ലേ, അതാണ് കേട്ടോ ഈ കിണറിൻ്റെ ഭാഗത്തുള്ള തെങ്ങ്. മറ്റതൊക്കെ 3 കൊല്ലം കൊണ്ട് കായ്ക്കുന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ വാങ്ങിച്ച് വെച്ചതേനും. ഇപ്പം 3 വർഷം കായ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നല്ല വെയിലല്ലേ, അപ്പോൾ എന്തായാലും എന്നും നനച്ചൊക്കെ കൊടുക്കണം. ഞാൻ കഴിയുന്ന ദിവസങ്ങളിലൊക്കെ നനച്ചു കൊടുക്കലുണ്ട്. ചില ദിവസം എന്നൊന്നും നനക്കലില്ല കേട്ടോ, ചിലപ്പോൾ 1-2 ആയിട്ടാണ് നനക്കൽ. അപ്പോൾ ഇന്ന് എന്തായാലും നനച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ അധികം കിണറിന്ന് ഇങ്ങനെ വെള്ളം മുക്കിയാണ്ട് തണുത്ത വെള്ളം തന്നെ കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കൽ. നമ്മൾ കുഴങ്ങി വരുമ്പോൾ നമുക്ക് തണുത്ത വെള്ളം കുടിക്കാനല്ല ഇഷ്ടം ഉണ്ടാവുക. അപ്പോൾ അതേപോലെ ഓർക്കും ദാഹിച്ചിങ്ങനെ നിൽക്കുമ്പോൾ തണുത്ത വെള്ളയിക്കാരം ഇഷ്ടം. ടാങ്കത്തെ വെള്ളം ഇപ്പോൾ നല്ല ചൂടയിക്കാരം. പിന്നെ നമ്മളെ കിണറിന്ന് അങ്ങനെ വെള്ളം മുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ, വലിയ ആഴമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ കിണറ്റിൽ തന്നെയാണ് അധികം തെങ്ങൊക്കെ വെള്ളം മുക്കിയാണ് തന്നെ കേട്ടോ നനക്കൽ. പിന്നെ അതേപോലെ കുറച്ച് മൂച്ചി തൈകളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ കുഴിച്ചിട്ട് തന്നെയാണ് കേട്ടോ. അതൊക്കെ ഉണ്ടാവുമെന്ന് എന്താ അറിയില്ല, ഉണ്ടാവുമെന്നല്ല, ഒക്കെ ഉണ്ടായി വലിയതേക്കണ്, ചെറിയ മരങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ മാങ്ങ ഉണ്ടാവില്ലേന്ന് അറിയില്ല കേട്ടോ. സാധാ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന മാങ്ങ ഉണ്ടാവുമല്ലോ, അതിൻ്റെ അണ്ടിയൊക്കെ കുഴിച്ചിട്ടുണ്ട്, അങ്ങനെ തൈയൊക്കെ ഉണ്ടാക്കിയാണ്ട് പിന്നെ കുഴിച്ചിട്ട് മൂച്ചി തൈകളാണ് കേട്ടോ. അപ്പോൾ ഇമലൊക്കെ മാങ്ങ ഉണ്ടായിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ഞാൻ ഇപ്പോൾ ഇപ്രാവശ്യം ബില്ല് ക്ലോസിങ്ങിന് പോയപ്പം കരുളായി പഞ്ചായത്തിൽ നിന്ന് കണ്ടപ്പോൾ അങ്ങനെ തൈ വാങ്ങിയതേന്. ഒരു സപ്പോട്ട തൈയും ഉണ്ട്, ഒരു മാവും തൈയും ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൊണ്ടുവന്ന് വെച്ചിട്ട് കുറേ ദിവസത്തേക്കണം, ഇതുവരെ അത് കുഴിച്ചിടാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി ഇൻഷാല്ലാ നാളെ എന്തായാലും ഇത് കുഴിച്ചിടണം. കുറേ ദിവസത്തേക്കാണ് കൊണ്ടുവന്ന് വെച്ചിട്ട്. ഈ സപ്പോർട്ടിൻ്റെ ഇലയൊക്കെ കണ്ടോ ഉണങ്ങി ചാടൽ തുടങ്ങിയിരിക്കണം. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ നനച്ചു കൊടുക്കലുണ്ട്, എന്നാലും
കൊണ്ടുവന്നപ്പോഴേ ഇതേപോലെ തന്നെയാണ്. ഇനിയിപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് കേടെടുത്തുണ്ടല്ലോ, എന്തായാലും കുഴിച്ചിടുന്നു. 20 രൂപ കേട്ടോ ഒരു തയ്യിന്. അങ്ങനെ 40 രൂപയ്ക്ക് 2 തൈ വാങ്ങിയതേന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.